760 കോടി രൂപ ഞാൻ കൊടുത്തു 1 ലക്ഷം. അപ്പോൾ 760 കോടി രൂപ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രം തന്നില്ല എന്നുള്ള മറുപടിയാണോ പറയേണ്ടത്? സർക്കാർ ഖജനാവിലെ പൈസയല്ല. ജനങ്ങളോടൊരു മുഖ്യമന്ത്രി വന്ന് ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം പണം ആവശ്യപ്പെട്ട് പിരിച്ചെടുത്ത പണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തോ ഇല്ലയോ? ഇവർക്ക് തട്ടിപ്പ് നടത്താനും കിട്ടിയ കാശ് വന്നിട്ട് പുട്ടടിച്ചിട്ടും വീണ്ടും വീണ്ടും കാശ് വേണം, ഞങ്ങൾക്ക് കടമെടുത്ത് ഞങ്ങൾ നടത്താൻ, ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ദുരിതാശ്വാസ നിധി, വയനാട്ടിലെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായി പ്രതികരിച്ച ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഒരു നേതാവ് പോലും പിണറായി വിജയനെ തെമ്മാടി എന്ന് ഒരു പദം ഉപയോഗിച്ച് സംസാരിച്ച് കാണത്തില്ല. ഞാൻ പരസ്യമായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞ അത് റെജി ലൂക്കോസ് ആണ് അത് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെന്ത് പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇന്നും വയനാട്ടിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടില്ല. അതാരും ചോദിക്കുന്നില്ല. 760 കോടി രൂപ പിരിച്ച് കൈവച്ചേക്കാണ്. വർഷം 2 കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ ജനകീയ വിഷയങ്ങൾ, പ്രളയത്തിന് 5000 കോടി രൂപ പിരിച്ചു. എന്തെല്ലാം ജനകീയ വിഷയങ്ങളുണ്ട്. ഈ 5000 കോടി എന്ത് ചെയ്തു? ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. എന്തിനാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്? 760 കോടിയിൽ ഒരു 150 കോടി മുടക്കിയാൽ മതി. അത് ബാക്കി പൈസ എടുത്ത് കട്ടോട്ടെ. ഇതെങ്കിലും ചെയ്തുകൂടെ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എന്തിനാണ് സുഹൃത്തെ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പം വേറെ കേന്ദ്രത്തിന്റെ പൈസ നമ്മുടെ പൈസ തന്നെയല്ലേ? അതാ ഞാൻ ചോദിച്ചത്. ഇപ്പം താങ്കൾക്ക് ഞാൻ വളരെ ലളിതമായൊരു ഉത്തരം പറയാം. താങ്കൾക്ക് ഏത് ഘട്ടത്തിലാണ് താങ്കൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുക? ഞാൻ ചോദിച്ചത് താങ്കൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളും അത് വ്യത്യാസമുണ്ട്. 900 കോടി രൂപ അവിടെ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് പോയി നോക്കണം. 190 കോടി രൂപയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ നദിയുടെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പച്ച കള്ളത്തരമാണെന്നുള്ള കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞാണ്. ഞാൻ നേരിട്ട് പോയി കണ്ടാണിതില്ല. ഈ 190 കോടി ഇനിയും ഇടിയാൻ സാധ്യതയുള്ള, ഇനിയും പൊളിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കടമെടുത്തുകൊണ്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. ഈ 50 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ അടയ്ക്കൂ? ഈ പൈസ ആരുടെ കയ്യിലാണ് വരുന്നത്? ഈ പൈസ 190 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തിട്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. ഈ പണം തൽക്കാലം ആരാ കൈകാര്യം ചെയ്യുന്നത്? ഈ സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. സർക്കാരിലൂടെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ വഴി പാർട്ടിക്ക് വേണ്ട ഫണ്ട് കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് ഇവരുടെ പല കാര്യങ്ങളും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ശരിയാണ്, നമുക്ക് ഒരു പ്രശ്നം വന്നു, നമ്മുടെ കയ്യിൽ പൈസയില്ല, സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരാൾക്ക് സഹായം ചോദിക്കും. ഇപ്പം വയനാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പൈസയില്ല, തീർച്ചയായിട്ടും കേന്ദ്രം കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും ഇറങ്ങി കേന്ദ്രത്തോട് ചോദിക്കാം. 760 കോടി രൂപ ഞാൻ കൊടുത്തു 1 ലക്ഷം. അപ്പോൾ 760 കോടി രൂപ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രം തന്നില്ല എന്നുള്ള മറുപടിയാണോ പറയേണ്ടത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്ത് നിങ്ങൾ ചെയ്തു എന്നതിനുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുക. സുഹൃത്തെ, ഞാൻ പറഞ്ഞത് കേന്ദ്രം ഇവിടെ 29 സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ നോക്കിക്കണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ച പണം, സർക്കാർ ഖജനാവിലെ പൈസയല്ല. ജനങ്ങളോടൊരു മുഖ്യമന്ത്രി വന്ന് ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം പണം ആവശ്യപ്പെട്ട് പിരിച്ചെടുത്ത പണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തോ ഇല്ലയോ? വർഷം എത്രയായി? ഒരു വീട്, എന്തിനാണ് അവിടെ ടൗൺഷിപ്പ് പോലും അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വെക്കുന്നതാണോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അപ്പം ഞങ്ങളുടെ സ്മാരകമായി ഒരു ദുരന്തം വരുന്ന സമയത്ത് ഇവിടെ ഞങ്ങളെ ഒരു സ്മാരകം കിടക്കണം. ഈ പാവപ്പെട്ടവൻ്റെ ദൈന്യത ഭാവിയിൽ പാർട്ടിയുടെ സ്മാരകമായിട്ട് അവിടെ നിലനിർത്തണം. അല്ലാതെ അവിടുത്തെ ജനത്തിന് 50 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം വീടും മേടിച്ച് അവൻ സുഖമായിട്ട് ജീവിക്കും. പഞ്ചാബും ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പണം കൊടുക്കുന്നു. അപ്പോൾ അവരുടെ സ്ഥിതി എന്താ? അപ്പോൾ ഇതേ മാനദണ്ഡം അവർക്കും? ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, ഒന്ന്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഈ ഉത്തരേന്ത്യയിലേക്ക് പോകാതിരിക്കൂ. ഇന്നത്തെ ഈ ചടങ്ങ് അഖിൽ മാരാർ എന്ന വ്യക്തി ഈ 2020 പാർട്ടിയിലേക്ക് ചേരുന്നതുമായിട്ടാണ് ഈ വാർത്താ സമ്മേളനം. നമ്മൾ വയനാട് പ്രളയത്തെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ശരിയും തെറ്റിനെ പറ്റി സംസാരിക്കാൻ ഞങ്ങൾ ഈ വേദി ഉദ്ദേശിക്കുന്നില്ല. അത് വേറൊരു വേദിയിൽ ചെയ്യാം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഈ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഇരുന്ന് കരയുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ. ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരവർ ചെയ്യേണ്ട ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പണിയെടുക്കണം, ആദ്യം ചെയ്യേണ്ടത് അതാണത്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ജനങ്ങളുടെ പൈസ കട്ടും മോഷ്ടിച്ചും പുട്ടടിച്ചിട്ട് കേന്ദ്രം കൊണ്ടുപോയി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തരുമോ?
ഏതെങ്കിലും പദ്ധതികൾ നിങ്ങളിപ്പോൾ ഇവിടെ ഗവൺമെന്റിനെ വിട്, ഈ LDF ഗവൺമെന്റിനെ മാറ്റി നിർത്ത്. ശാസ്ത്രീയമായിട്ട് പഠിച്ച് കേരളത്തിന് വേണ്ട ശാസ്ത്രീയമായിട്ട് പഠിക്കണം. അല്ലാതെ വെറുതെ വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് AKG സെന്ററിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്താൽ പോരാ. ശാസ്ത്രീയമായി പഠിച്ചിട്ട് അതിനെ വിശകലനം ചെയ്ത് ഏത് ഡെവലപ്മെന്റ് പദ്ധതിയും നിങ്ങൾ കൊണ്ടുപോവാ, ഇവിടെ നടപ്പിലാക്കി തരാം, കേന്ദ്രം തരും. അതിന് പകരം വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് ഇവർക്ക് തട്ടിപ്പ് നടത്താനും കിട്ടിയ കാശ് വന്നിട്ട് പുട്ടടിച്ചിട്ടും വീണ്ടും വീണ്ടും കാശ് വേണം, ഞങ്ങൾക്ക് കടമെടുത്ത് ഞങ്ങൾ നടത്താൻ, ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അധ്വാനിക്കണം, ഇത്രേ കാര്യമുള്ളൂ ഇതിനകത്ത്. നിനക്ക് പ്രാന്തള വേടാ പന്നി, ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.